ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിമീസ് വ്ളോഗ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. പിള്ളേര് മദ്രസയിൽ പോയേക്കാണ്, മൂത്തവര് രണ്ടുപേരും മദ്രസയിൽ പോയേക്കാണ്. വീട്ടിൽ മുഹമ്മദും കുഞ്ഞോളും ഉണ്ട്. കുഞ്ഞോള് ഉറങ്ങാണ് കേട്ടോ. അതുകൊണ്ട് കുഞ്ഞോള് ഉറക്കിയിട്ട് ഞാൻ മുഹമ്മദിനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ രാജചേച്ചിയുടെ കട ഇവിടെ അടുത്താണ് കേട്ടോ. ആ ചേച്ചി ഒരു കടയിൽ ജോലിക്ക് നിൽക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും രാജചേച്ചി ആരാന്ന്? എന്റെ നെയ്ബറാണ് കേട്ടോ. ഓൾറെഡി ഒരു 10-15 പൂച്ചയോളം രാജചേച്ചിക്ക് ഉണ്ട് കേട്ടോ. ഇപ്പൊ അതില് മുക്കാ ഭാഗത്തോളം മരിച്ചു പോയിട്ടുണ്ട്. ഓരോ അസുഖങ്ങൾ വന്ന് വരയുടെ ശല്യം കൊണ്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് മരിച്ചു പോണതൊക്കെ. അവരുടെ വീട്ടിലെ പൂച്ചയാണെങ്കിലും നമ്മുടെ വീട്ടിലും ഒക്കെ ആയിട്ടാണ് അത് വളരുന്നത്. രാവിലെ തന്നെ ഒരു പേർഷ്യൻ ക്യാറ്റ് രാജേച്ചിയുടെ അടുത്ത് കടയിൽ ചെന്നേക്കാണ് കേട്ടോ. എന്ത് ചെയ്ത് ആ ചേച്ചിയുടെ അടുത്തുനിന്ന് പോകുന്നില്ല കേട്ടോ. കുറെ നേരമായി കഴിഞ്ഞപ്പോൾ രാജേച്ചി പറഞ്ഞു എന്നെ വിളിക്കണത് അതിനാണ്, നമുക്ക് ഇതിനെ വീട്ടിൽ കൊണ്ടുപോകാം, എന്നിട്ട് ഇതിനെ കുളിപ്പിച്ചൊന്ന് നന്നാക്കി എടുക്കാം എന്നൊക്കെ പറയുവാണ് കേട്ടോ. ആരെ ഇതിനെ ഉപേക്ഷിച്ചെന്നൊന്നും അറിയത്തില്ല. വണ്ടിയുടെ ഇടയിലോട്ട് കയറി പോവുകയും ഈ ഒരു നാടൻ പൂച്ചകളുടെ കൂട്ടല്ലല്ലോ പേർഷ്യൻ ക്യാറ്റിനെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളർത്തണായതുകൊണ്ട് തന്നെ അതുങ്ങൾക്ക് വണ്ടിയുടെ ഇടയിൽ പോകും അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പൊ ആ ചേച്ചി നോക്കിയപ്പോൾ വണ്ടി റോഡ് സൈഡാണ് കടയുള്ളത്. അപ്പോൾ വണ്ടി പോകുന്നിടത്തൊക്കെ പോയി നിൽക്കണു. അങ്ങനെ ഇനി അത് എന്താ പറയുക, വണ്ടി ഇടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ചേച്ചി നമുക്കത് വീട്ടിൽ കൊണ്ടുപോയി ഇതിനെ കുളിപ്പിച്ച് നന്നാക്കി എടുക്കാം എന്നൊക്കെ പറയണത് കേട്ടോ. പക്ഷെ ഇതിനെ കാണുന്ന സമയത്ത് ഇതിന് ഒരു പ്രശ്നവും തോന്നണില്ല കേട്ടോ. നല്ല മിടുക്കനായിട്ട് ആക്റ്റീവായിട്ട് ഇവിടെ നടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇതിന്റെ അസ്വസ്ഥതകളാണ് അത് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്തുള്ളതെല്ലാം നാടൻ പൂച്ചകളാണ് കേട്ടോ. നാടൻ പൂച്ചകൾക്ക് ഒരു പരിധിവരെ അവർക്കെല്ലാം പ്രതിരോധിക്കാനും അതുപോലെ തന്നെ സ്വന്തം ഭക്ഷണം തേടി പോവാനും എന്ത് ഫുഡ് വേണമെങ്കിലും അവർക്ക് കഴിക്കാനും ഒന്നും മടിയില്ല. പക്ഷെ ഇതുപോലുള്ള പൂച്ചകൾ അങ്ങനെയല്ലല്ലോ. ഇവർക്ക് കാറ്റ് ഫുഡൊക്കെ കൊടുത്ത് വളർത്തണമെങ്കിൽ അത് മാത്രമേ കഴിക്കത്തുള്ളൂ. അത് മാത്രമല്ല ഇവർക്ക് തന്നെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും, പെട്ടെന്ന് അസുഖങ്ങൾ വരും, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പൂച്ചകളെ വളർത്തുന്നവർക്ക് അറിയാം അതിന്റെ കാര്യങ്ങളൊക്കെ. ഇതുങ്ങളെ ഡെയിലി കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുനടന്നതിന് പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ ആവും. അപ്പൊ ഈ ഒരു പൂച്ച ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ഉപേക്ഷിച്ചതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. പേർഷ്യൻ ക്യാറ്റ് ആണ് ഏതായാലും. ഇത് പുറത്ത് വന്നിട്ട് ഇത് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, ഫുഡൊന്നും കഴിക്കാതെ ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെളിയായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മേല് മുഴുവനും ചെളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ രോമമൊക്കെ ജട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇത് ആരെങ്കിലും ഉപേക്ഷിച്ചതായിരിക്കും. ചിലപ്പോൾ ഇതിന് അസുഖമൊക്കെ വന്നപ്പോൾ ഇത് ഇൻഫെക്ഷനൊക്കെ ആയിപ്പോൾ നോക്കാനൊന്നൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒഴിവാക്കിയതായിരിക്കാം. ചിലപ്പോൾ വയസ്സാവുമ്പോൾ ഒഴിവാക്കിയതായിരിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്താ പറയാ, ഇതുപോലെ പെറ്റ്സിനെ വളർത്തുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. നന്നായിട്ട് വളർത്തുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ ചുമ്മാ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള എന്താ പറയാ പൂച്ചകളെയൊക്കെ മേടിച്ച് വളർത്തും. മറ്റുള്ളവർ കാണിക്കണ കണ്ടിട്ട് ഒന്ന് കാണിക്കാനൊക്കെ ആയിട്ട്. എന്നിട്ട് അതുങ്ങളെ നല്ല രീതിയിൽ നോക്കത്തൂല. അതുങ്ങൾ വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ അതുങ്ങളെ കുറെ നാൾ നല്ല രീതിയിൽ കൊണ്ടുനടന്നിട്ട് വലിയ എന്താ പറയാ വലിയ പുന്നാര പേരൊക്കെ ഇട്ട് വിളിച്ച് കൊണ്ടുനടന്നിട്ട് ഇതുപോലെ വയസ്സാവുമ്പോഴോ അല്ലെങ്കിൽ സുഖമില്ലാതൊക്കെ ആവുമ്പോൾ അവർ ഉപേക്ഷിച്ച് കളയും. അങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് ഇതുപോലുള്ള മൃഗങ്ങളെ വളർത്താതിരിക്കുക. വളർത്തിയില്ലാന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ലല്ലോ. എന്തിനും ഇതുപോലെ മഹാപ്രാക്കൊക്കെ മേടിക്കണം. കാരണം ഈ ഒരു പൂച്ചയുടെ ദയനീയാവസ്ഥ അവസാനം ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഞങ്ങൾ ഒരുപാട് പൂച്ചകളെ വളർത്തുന്നതാണ്. എന്ന് വെച്ചാൽ സുഖമില്ലാതാവുകയും നമ്മൾ അതിന് മരുന്ന് മേടിച്ച് കൊടുക്കുകയും സുഖമില്ലാതെ മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ കുഴിച്ചിടുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇതുപോലൊരു ദയനീയാവസ്ഥയിൽ നമ്മൾ ഒരു പൂച്ചേനെയും എന്താ പറയാ കുഴിച്ചിടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളിതേ വണ്ടിയിൽ വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ പലയിടത്തും ഇട്ടെങ്കിലും പൂച്ച കിടക്കുന്നില്ല കേട്ടോ. അവസാനം രാജേച്ചിക്കാണ് ഈ ജോലിക്ക് പോവുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ കോഴിക്കൂടിലാക്കി കേട്ടോ. കോഴിക്കൂട് നമ്മൾ ഉപയോഗിക്കണമൊന്നുമല്ല, രാജേച്ചിക്ക് കോഴികളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കോഴിക്കൂട്ടിലാക്കി നമ്മൾ കുറച്ച് പാലൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ വീട്ടിലുണ്ടല്ലോ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്ന് വിളിക്കും, അത് വിളിയൊക്കെ ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നോക്കിയ സമയത്ത് ഇതേ സുപ്രഞ്ജന്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നല്ല വെയിൽ വേണം കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി ഉണ്ടായേനെ. ഇത് വെയിലില്ലാത്തോണ്ടാന്ന് തോന്നുന്നു ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു ഫ്രൂട്ടും കൂടെ ഉണ്ട്. അത് ബറാബയോ അങ്ങനെ എന്തോ ഒരു പേരാണ്, ഞാൻ പേര് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല കേട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കുടംപുളിയൊക്കെ ഉണ്ടല്ലോ, ഒരു മാംഗോസ്റ്റീന്റെ ഫ്രൂട്ടൊക്കെ അല്ലേ, ആ ഒരു സ്ട്രക്ചറൊക്കെയാണ് ഇടുക. പക്ഷെ പുളിയുണ്ട്. മാംഗോസ്റ്റീന് നല്ല മധുരമല്ല, ഇതിന് പുളിയുണ്ട്, ചെറുതായിട്ട് പുളിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ് ഇത്. ഒത്തിരി ഉണ്ടാവും കേട്ടോ, നല്ല മഞ്ഞ കളറിൽ. ഇത് പഴുക്കണം, പച്ച കളറിലാണ് ഉണ്ടാവുന്നത്. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. നമ്മുടെ മുഹമ്മദിന് പ്രത്യേകിച്ച് പുളിയുള്ള ഐറ്റംസ് ഒക്കെ വലിയ ഇഷ്ടമാണ്. അപ്പൊ അയാൾ ഇതേ പൊളിച്ച് തിന്നാണ്. പിള്ളേർക്ക് മാത്രമൊന്നല്ല, വലിയ ആൾക്കാർക്ക് ഇഷ്ടവും. ചെറിയൊരു പുളി മധുരവും ഒക്കെ കൂടിയായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഇതിന്. ഇത് ബഡ് തെയ്യാണ് കേട്ടോ. നമ്മുടെ വീട്ടിലിങ്ങനെ വന്ന് ചോദിച്ചിട്ട് ചേട്ടൻ നട്ടതായിരുന്നു. ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ. നല്ല ഫ്രൂട്ടാണ് കേട്ടോ, പിള്ളേർക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ഫ്രൂട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു അവോക്കാഡോ ഉണ്ട്. അത് ബഡല്ല, ജസ്റ്റ് നമ്മൾ കഴിച്ചിട്ട് കുഴിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ. സുപ്രഞ്ചേട്ടൻ കുഴിച്ചിട്ടാണ്. അയാൻ ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ അവോക്കാഡോ കഴിച്ചിട്ട് കുരു അയാൻ കൊണ്ടുപോയിട്ട് സുപ്രഞ്ചേട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഴിച്ചിട്ടതാണ്. അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ബഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കഴിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വെയിൽ വളരെ കുറവാണ് കേട്ടോ. അപ്പൊ അത് എത്രത്തോളം ഉണ്ടാവും അറിയത്തില്ല. പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഉള്ള സ്ഥല പരിമിതിയിൽ ഒത്തിരി സാധനങ്ങളൊക്കെ ചേട്ടൻ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കോഴികൾ എന്റെ കോഴികളാണ്, രാജേന്ദ്ര കോഴികളല്ല കേട്ടോ. അവരവിടെ
അവിടെയാണ്, 24 മണിക്കൂർ അവിടെയാണ്. അങ്ങനെ അതേ ഞാൻ തിരിച്ച് രാജേച്ചിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. പിന്നെ വൈകിട്ടത്തെ ഒരു വീഡിയോ ആണിത്. വൈകിട്ട് ആ ചേച്ചി വന്ന് അതിനെ കുളിപ്പിച്ചു. പക്ഷെ കുളിപ്പിച്ച സമയത്താണ് അതിന്റെ ദയനീയാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. മേലാസകലം പുഴുവായിരുന്നുള്ളത്. അഞ്ചാ നമ്മുടെ കയ്യിൽ നിൽക്കണ ഒരു പുഴുവല്ലായിരുന്നു കേട്ടോ. അത് ഏകദേശം അതിന്റെ ഒരു സമയം തീരാറായപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു അത് ചുമ്മാ എവിടെയെങ്കിലൊക്കെ എന്താ പറയാ മരിച്ചു കിടന്ന് പുഴുത്ത് നാറിയനെ. പക്ഷെ നമ്മുടെ കൈ കിട്ടിയതുകൊണ്ട് അതിന് കുഴിച്ചിടാനുള്ളൊരു ഭാഗ്യം കിട്ടിയെന്ന് മാത്രം. ആ ഒരു കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പുഴു ആകെ അങ്ങോട്ട് മേല് ഇളകാൻ തുടങ്ങി. അത് എത്രത്തോളം എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അതിന്റെ കണ്ടാൽ അത് മനസ്സിലാവുള്ളൂ. കണ്ട് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ പുഴുവായിരുന്നു അതിന്റെ മേത്ത്. പക്ഷെ രോമങ്ങൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുളിപ്പിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. പക്ഷെ എന്നാലും ഞാനും രാജേച്ചിയുടെ മോളും കൂടെയും അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി ആ ഒരു പുഴു ചാവാനുള്ള മരുന്നും സ്പ്രേയും ഡെറ്റോളും എല്ലാം മേടിച്ചുകൊണ്ട് വന്ന് നമ്മളെയും കൊണ്ട് പറ്റാവുന്നതുപോലെ നമ്മളതിനെ പരിചരിച്ചു. പക്ഷെ എന്താ പറയുക, അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലായിരുന്നു അതിൻ്റെ അസുഖം എന്നുള്ളത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും അത് നമ്മളെ വിട്ടുപോയി. അങ്ങനെ നമുക്ക് ഭയങ്കര സങ്കടമായി പോയി എന്നുള്ളതാണ്. എന്തിനാ നമ്മുടെ കൺമുന്നിൽ അതിനെ കൊണ്ടു തന്നു എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അതിനെ കുഴിച്ചിടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് പിന്നെ ഞങ്ങൾ സമാധാനപ്പെട്ടത്. അങ്ങനെയാണ് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, അത് പോയി. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക പെറ്റ്സിനെ വളർത്തുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഒന്നുകിൽ അതിൻ്റെ അവസാന ശ്വാസം വരെ നോക്കുക. അത് എന്താ പറയുക ജനിച്ച ഒരു നാൾ മരിക്കണം എന്നുള്ള പറയണം. മരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യുക. അല്ലാതെ ഇതുപോലെ എന്താ പറയുക ഉപേക്ഷിക്കാതിരിക്കുക. പിന്നെ ചില ക്യാറ്റ്സ് വീടുകളിൽ നിന്ന് എന്താ പറയുക അബദ്ധവശാൽ പുറത്തു പോണവരുണ്ട്. അങ്ങനെ വന്നതാണോന്നും അറിയത്തില്ല. എങ്ങനെയാണെങ്കിലും എന്താ പറയുക പെറ്റ്സിനെ വളർത്തുന്ന ആൾക്കാർ അതിൻ്റെ അവസാനം എന്താ പറയുക ശ്വാസം വരെ നോക്കുക, പരിചരിക്കുക. അല്ലാതെ ചുമ ഷോക്ക് വേണ്ടി മാത്രം പെറ്റ്സിനെ വളർത്താതിരിക്കുക. നല്ല കാലത്ത് അതിനെ കൊണ്ടു നടന്നിട്ട് അതിന് പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അതിനെ ഉപേക്ഷിക്കാതിരിക്കുക. അപ്പം അത്രയ്ക്കും നമുക്ക് പറയാനുള്ളൂ. ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇവിടെ തീർന്നിരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയൊക്കെ ബൈ.